നല്ല ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും സ്വാഭാവികമായിട്ടുള്ളൊരു ടെൻഷനാണ് എങ്ങനെ നമുക്ക് തടി കുറയ്ക്കാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ബർപ്പീസ് ഇങ്ങനെ നന്നായിട്ട് ഈസിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും വളരെ കഷ്ടപ്പെട്ട പണിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇട്ട് കളയാറുണ്ട്. ഇനി നമ്മളങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ റെഡിയായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് വലതുകാൽ ആണ് മുന്നോട്ടെത്തുകയിൽ കാൽമുട്ട് മടക്കി മെല്ലെ ഇങ്ങനെ കൈ രണ്ടും കാൽമുട്ടിന് മുകളിൽ വെച്ച് മെല്ലെ താഴുക. പല പ്രാവശ്യം ഇങ്ങനെ ഹിപ്പൊന്ന് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. നമുക്ക് വളരെ സാവധാനം നമുക്ക് വളരെ സ്ലോയിൽ ഹിപ്പൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. കൈയുടെ സപ്പോർട്ടിൽ മെല്ലെ ഇങ്ങനെ കാല് നന്നായിട്ട് താഴോട്ട് മുട്ടുമടക്കി ഒരു കാൽ ബാക്കിലേക്ക് നീട്ടി വെച്ചും ഓക്കെ ആണെങ്കിൽ നമ്മൾ കൈ രണ്ടും മെല്ലെ ഉയർത്തി ബാക്കിലേക്ക് ഉയർന്ന് ബെൻഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വളരെ മെല്ലെയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഗ്ലൂട്ട്സ് ആൻഡ് കാവ്സ് ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് വയർ വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നല്ല എക്സർസൈസുകളാണ്, വളരെ സിമ്പിളാണ്, നമ്മൾ ചെയ്ത് പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ കാല് ചേഞ്ച് ചെയ്തു. ഇടത് കാലാണ് നല്ല മുന്നോട്ട് വെച്ച് മെല്ലെ നമ്മൾ താഴുന്നു, പല പ്രാവശ്യം താഴുന്നു. നമുക്ക് എത്ര സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നോ അങ്ങനെ നമ്മൾ മെല്ലെ ബോഡി ബാലൻസ് ചെയ്ത് നിന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കൈകൾ മെല്ലെ ഉയർത്തി നമ്മൾ വീണ്ടും കൈകൾ ഉയർത്തി മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ല നമ്മളുടെ ആ ഒരു സ്റ്റാമിനയ്ക്ക് അനുസരിച്ച് മെല്ലെ ചെയ്യുക. ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മൾ നന്നായിട്ട് ലൂസനിങ് ചെയ്തിട്ട് വേണം, നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആക്കിയിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെയിനറുടെ സപ്പോർട്ടിൽ വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ യോഗയൊക്കെ ഓൺലൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മടുപ്പൊക്കെ തോന്നുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിനുള്ള തയ്യാറെടുപ്പ് എക്സർസൈസിലൂടെ നമുക്ക് മെല്ലെ എത്താൻ സാധിക്കുന്നു. നമ്മൾ പ്ലാങ്ക് പോസിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. ലേഡീസ് പുഷപ്പാണിത്. അങ്ങനെ നമ്മൾ മെല്ലെ ലേഡീസ് പുഷപ്പിലേക്ക് കാൽമുട്ട് മടക്കി കാലുകൾ നേരെ മുകളിലേക്കാക്കി നമ്മൾ രണ്ട് കൈയുടെ സപ്പോർട്ടിൽ തല അപ്പർ ബോഡി മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാല് വൈഡാക്കി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ മുട്ടിന് താഴത്ത് സപ്പോർട്ടായി കൊടുക്കാം. മെല്ലെ നമ്മൾ ഇങ്ങനെ കൈയുടെ ബലത്തിൽ തല ഉയർത്തി നമ്മൾ വയറ് മെല്ലെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് കൂടി നമ്മളൊരു കാർഡിയോ എക്സർസൈസ് ചെയ്യുന്നതിൻ്റെ അതേ ഫീലാണ്. നമ്മൾ നന്നായിട്ട് പ്രായം നന്നായിട്ട് കുറച്ചെടുക്കാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ബോൺ ഹെൽത്തൊക്കെ നന്നായിട്ട് കൂട്ടി നമ്മൾ നന്നായിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പുഷപ്പാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആകാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്പൈനൽ നമ്മുടെ നട്ടലൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ക്യാറ്റ് കോ പോസിലേക്ക് എത്തുവാണ്. കാൽമുട്ടുകളിലും കൈകളിലുമായിട്ട് നിന്ന് തലയുയർത്തി മുകളിലേക്കും താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹിപ്പിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നമ്മുടെ സ്പൈൻ നന്നായിട്ട് ഒന്ന് ഫ്ലെക്സിബിളാക്കി എടുക്കാൻ ശ്രമിക്കുന്നു. നമ്മളിനി ചെയ്യുന്നത് നമ്മളിനി പ്ലാങ്ക് പോസിലേക്ക് എത്തുവാണ്. കാൽവിരലുകളും കൈമുട്ടുകളുടെ നല്ല ബലത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി സ്റ്റാമിന അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ അപാരമായ മാറ്റങ്ങളാണ്. നമ്മുടെ വയറ് നന്നായിട്ട് ഒതുങ്ങുന്നു, നല്ല ഷേപ്പാകുന്നു, കൈകളും കാലുകളും നല്ല സ്ട്രോങ് ആകുന്നു. നമ്മൾ നന്നായിട്ട് പുതിയൊരു നമ്മളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൻ്റെ അടുത്ത് സ്ക്വാട്ട് പൊസിഷനിലേക്ക് എത്തുവാണ്. അതിനുവേണ്ടി നമ്മൾ മെല്ലെ രണ്ട് കൈകളും മുന്നോട്ട് ലോക്ക് ചെയ്ത് പിടിച്ചു. മെല്ലെ നമ്മൾ കാൽമുട്ട് മടക്കി താഴോട്ടിരിക്കാൻ ശ്രമിക്കുന്നു. പല പ്രാവശ്യം കാലിങ്ങനെ മെല്ലെ താഴോട്ടും മുട്ടുമടക്കി കാല് കുറച്ച് വൈഡാക്കിയിരിക്കാം. നമ്മൾ മെല്ലെ ചെയറിലിരിക്കുന്ന പോലെ നേരെ താഴേക്കിരിക്കുന്നു. അതുപോലെ മെല്ലെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുവാണ്. ഇത് നമ്മളുടെ ആ ഒരു മുട്ടിൻ്റെ ബലം അനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ഇരുത്തം. അങ്ങനെ മെല്ലെ കാൽപാദം ഫുൾ അമർത്തി വെച്ചിരിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്യുന്നു. നമ്മൾ ഫാറ്റ് ബേണിങ് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു എക്സർസൈസാണ് ഈ ഒരു സ്ക്വാട്ട്. വളരെ സ്ലോയിൽ ചെയ്താൽ മതി. നമ്മളിതെല്ലാം ചെയ്യുന്ന ഉദ്ദേശം ബർപ്പീസ് ഈസിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പോസ്റ്റർ ആൻഡ് ബാലൻസ് കറക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബോണിന് കൂടുതൽ മിനറൽസ് ഡെൻസിറ്റി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെല്ലെ നന്നായിട്ട് നമ്മുടെ എല്ലാ ജോയിൻസും റെഡിയാക്കി നമ്മൾ മെല്ലെ ബർപ്പീസിലേക്ക് റെഡിയാണ്. രണ്ട് കിലോ മുകളിലേക്കാക്കി ചെറുതായിട്ട് കാൽവിരലിലേക്ക് ഉയർന്നു നിന്നു. സാവധാനം കൈ മുന്നോട്ടാക്കി പതുക്കെ നടന്ന് നേരെ അവിടെ നിൽക്കുക. ഓക്കെ ആണെങ്കിൽ മെല്ലെ കിടന്ന് നമ്മൾ വീണ്ടും എഴുന്നേൽക്കുന്നു. കൈ ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ വീണ്ടും കൈകൾ നേരെ മുകളിലേക്കാക്കി പല പ്രാവശ്യം ചെയ്യുന്നു. നമ്മുടെ പുതിയ ബാച്ച് വരുന്ന സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ലേഡീസിന് മാത്രമായിട്ട് ഇത്രയും സൗകര്യപ്രദമായിട്ട് വീട്ടിൽ നിന്ന് യോഗ പഠിക്കാനുള്ള അവസരം സ്വപ്നങ്ങളിൽ മാത്രമാണ്. നമ്മുടെ 51ാമത്തെ ബാച്ചാണ്. ഇത്രയും ആളുകളുടെ ആ ഒരു സപ്പോർട്ടിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.